കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുറ്റത്ത് പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന സിയയുടെ മുഖത്ത് ഗൗരവം ആ അന്തരീക്ഷത്തെ ചൂട് വർദ്ധിപ്പിച്ചു. കൂടെയുണ്ടായിരുന്ന കൗൺസിലർ ബാബുവും നീതുവിന്റെ അച്ഛൻ ചന്ദ്രനും അമ്മയും പിന്നെ അഖിലും വിജയശ്രീ ലാളിതയെ പോലെയാണ് ആ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചത്. അവരുടെ നോട്ടത്തിൽ പകയും പ്രതികാരവും നിറഞ്ഞു നിന്നിരുന്നു. കവലയിൽ വെച്ച് അഖിലിനെ സുഭാഷും സഹോദരങ്ങളും ചേർന്ന് തല്ലിച്ചതച്ചു എന്നായിരുന്നു പരാതി. തന്റെ അധികാരത്തിന് മുഴുവൻ ഹുങ്ക് കാണിച്ച് കൗൺസിലർ സിയയോട് സംസാരിക്കാൻ തുടങ്ങി. ബാബു സാറേ, എന്നെ നാട്ടുകാരുടെ മുൻ വെച്ച് ഇവൻ നാണം കെടുത്തി. കാര്യം എന്താണെന്ന് ചോദിക്കാൻ ചെന്ന് എൻ്റെ മകനായിട്ട് മെക്കെട്ട് കയറാനാണ് ഇവന് ഈ ഗുണ്ടകൾ ശ്രമിച്ചത്. കൗൺസിലറുടെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് തന്നെ നീതുവിന്റെ അച്ഛൻ ചന്ദ്രനും രംഗത്തേക്കെത്തി. സാർ, ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോൾ ഇവരുടെ അഹങ്കാരം കൂടി വരികയാണ് ചെയ്തത്. ജയിലിൽ പോയാലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. നീതുവിന്റെ അമ്മയുടെ കണ്ണുകളിൽ തീ പാറി. അതെ സർ, അത് ആദ്യം ചെയ്യണം. ഇവന്മാരെ പിടിച്ച് അകത്തിടണം. അവരുടെ ശബ്ദം മുറ്റത്താകെ മുഴങ്ങി. സിയെ ഒരു നിമിഷം ആ വീടിന്റെ വരാന്തയിലേക്ക് നോക്കി. അവിടെ കൂസലില്ലാതെ എന്നാൽ ഉള്ളിലൊരുത്തുന്ന അഗ്നിയുമായി നിൽക്കുകയായിരുന്നു സുഭാഷും അനിയന്മാരൊക്കെ. സിയെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഒരു പ്രശ്നം? എന്തിനാണോ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ തല്ലിയത്? ആ ചോദ്യം കേട്ട നീതി വല്ലാതെ ഭയന്നുപോയി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഭർത്താവ് സുധീഷിനെയും അനിയൻ നികേഷിനെയും അവൾ ആശങ്കയോടെ നോക്കി. ഇതൊക്കെ കണ്ട് നികേഷ് പതുക്കെ പറഞ്ഞു, ഏട്ടത്തി, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വെറുതെ അതിൽ ചെന്നിട്ട് തലയിടാനും നിൽക്കണ്ട. എന്നാൽ നീതുവിൻ്റെ അമ്മ അടങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഇങ്ങനെ മര്യാദക്ക് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല സാറേ. രണ്ടെണ്ണങ്ങ് പൊട്ടിക്കുക വേണ്ടത്. അപ്പോഴേ ഇവന്മാർക്കൊക്കെ ഒന്ന് ബോധം വരൂ. അവർ പോലീസിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ സിഐക്ക് വളരെ ദേഷ്യം വന്നു. പോലീസ് എങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട, സിഐ കർക്കശമായി പറഞ്ഞു. അതോടുകൂടെ അവർ അല്പം പതറിയെങ്കിലും അഖിലിന്റെ ഷർട്ട് മാറ്റി പുറത്തെ പാടുകളൊക്കെ കാണിച്ച് അവർ വീണ്ടും സിഐയുടെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിച്ചു. ഇതേ സമയം ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. വണ്ടികളുടെ ശബ്ദവും ഗ്രീസിന്റെ മണവുമൊക്കെ ഉള്ള ആ ഒരു ചെറിയ ലോകത്തേക്ക് ചന്തയും ടിറ്റോയും പണിത്തിരക്കിലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സ്കൂട്ടി വേഗത്തിൽ നിന്നും നീതു അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അവൾ ചോദിച്ചു, ഹരീഷ് എവിടെ? ഹരീഷിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, അവൾ കിതപ്പോടെ പറഞ്ഞു. ടിറ്റോയും ചന്തുവും പരസ്പരം നോക്കി. അപ്പോൾ നടന്നതൊന്നും അറിഞ്ഞില്ലേ? ടിറ്റോ ചോദിച്ചു. നീതു വേഗത്തിൽ തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഇല്ല, അഖിലേട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഹരീഷും ബ്രദേഴ്സൊക്കെ കൂടി ചേട്ടനെ തല്ലിയെന്ന് പറഞ്ഞത് കേട്ടു. ഹരീഷിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഇപ്പോൾ പോയിരിക്കുക. ഞാൻ ഫോൺ എടുത്തിട്ട് വിളിച്ചപ്പോൾ കിട്ടിയതുമില്ല, അതുകൊണ്ടാണ് വന്നത്. ഹരീഷ് എന്തിനാ അഖിലിനെ അടിച്ചത്? അവളുടെ വാക്കുകൾ ഭയം സംശയം ഒരുപോലെ നീടിച്ചു. ചന്തു ഒരു തുണി കൊണ്ട് തന്നെ കൈ തുളച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അത് നിന്റെ ചേട്ടൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ പെങ്ങളെ. എന്നുവെച്ചാൽ നീതുവിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. ടിറ്റോ ഇടപെട്ടു. എന്നുവെച്ചാൽ ഹരീഷിന്റെ ഏട്ടത്തിയെ നിന്റെ അഖിലും കൂട്ടുകാരും ചേർന്നിട്ട് പബ്ലിക്കായിട്ട് എന്നെ അപമാനിച്ചു. ഇത് കേട്ട് നീതുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചന്തു തുടർന്നു, എടാ, അപമാനിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അമ്മാതിരി ഡയലോഗാ അവൻ പറഞ്ഞത്. ഞാനൊരു വണ്ടി പഞ്ചർ ഒട്ടിക്കാൻ പോയി തിരിഞ്ഞു വന്ന വഴി എല്ലാം കണ്ടതാ. പിന്നെ അവൻ പറഞ്ഞ വാക്കിന് അടിയൊന്നും കൊടുത്ത് വിട്ടാ പോരാ. ചന്തുവിന് അത് പറയുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവർ 5 ആണുങ്ങളുടെ കൂടെയാണ് ഏട്ടത്തി കഴിയുന്നത് എന്ന് പറഞ്ഞ് ഹരീഷേട്ടനെ സഹിക്കുമോ? അമ്മാതിരി വൃത്തികേടൊക്കെയല്ലേ അവൻ പറഞ്ഞത്. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട സുധീഷിന്റെ വൈഫാണ്. അങ്ങനെയായിരുന്നെങ്കിൽ പെങ്ങളുടെ ആ ഒരു ആങ്ങളെ ഇപ്പോൾ അഴിക്കുള്ളിലായനെ. ടിറ്റോ ദേഷ്യത്തോടെ നിലത്തേക്കങ്ങ് തുപ്പി. ഈ വൃത്തികെട്ടവനെ കൊണ്ട് തോറ്റു. എന്നാൽ ഇപ്പോൾ അവൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് എവിടെയെങ്കിലും പോയി തുളഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം കേട്ട് തെരച്ചു നിൽക്കുമായിരുന്നു നീതു. സ്വന്തം ചേട്ടൻ ഇത്രയും അധികം നീചനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിധി ചേച്ചിയെപ്പോലൊരു പാവപ്പെട്ടൊരു സ്ത്രീയെ അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് കിട്ടിയ അടി കുറഞ്ഞു പോയി. അവരുടെയൊക്കെ മനസ്സ് പറഞ്ഞു, ശരി ബ്രോ, ഞാൻ ഏതായാലും പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ നീതു തിരിഞ്ഞു നടന്നു. അല്ല, എങ്ങോട്ടേക്കായി പോകുന്നത്? ടിറ്റോ വിളിച്ചു ചോദിച്ചു. എനിക്ക് ഹരീഷിനെ ഒന്ന് കാണണം. ഇത്രയും പറഞ്ഞ് അവൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി. തന്റെ പ്രണയത്തിന്റെ പേരിൽ ഹരീഷിനെയും അവന്റെ കുടുംബത്തെയും സ്വന്തം വീട്ടുകാർ ഇത്രത്തോളം ദ്രോഹിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ സമയം കിളിക്കൂടിന്റെ മുറ്റത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. സുധീഷ് സിയുടെ മുന്നിൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സാറേ. അടിച്ചു എന്നുള്ളത് ശരിയാ, അതിനൊക്കെ കാരണവുമുണ്ട്. അതുപോലെയാണ് നടുറോട്ടിൽ വെച്ച് എൻ്റെ ഭാര്യയെ അപമാനിച്ചത്. എന്നാൽ നീതുവിന്റെ അമ്മ ആ വാക്കുകളൊക്കെ പുച്ഛിച്ച് തള്ളി. അങ്ങനെയൊന്നുമല്ല സാറേ. അവൻ ഹരീഷിന് നേരെ വിരൽ ചൂണ്ടി. ദേ, ഈ നിൽക്കുന്നവനില്ലേ, ഈ വീട്ടിലെ മെക്കാനിക്ക് എൻ്റെ മോളുടെ പിന്നാലെ നിന്ന് സ്വൈരം കെടുത്തുക ഇവനാ സാറേ. ഇത് കേട്ട് ഹരീഷ് ഞെട്ടിപ്പോയി. സ്വൈരം കെടുത്താനെന്നോ? ഞാനോ? അവൻ അവിശ്വസനീയതയോട് ചോദിച്ചു. എന്തിനാ അങ്ങനെ ചെയ്തത്? എൻ്റെ മകൻ ഒന്ന് ചോദിച്ചു. അതിനാ ഇവരെല്ലാവരും കൂടി എൻ്റെ മകനെ തല്ലി ഇങ്ങനെ തമ്പുരാക്കിയത്.
നീതുവിന്റെ അമ്മ പച്ചക്കള്ള യാതൊരുവിധ സങ്കോചവുമില്ലാതെ വിളിച്ചു പറഞ്ഞു. നിധിക്ക് ഇതെല്ലാം കേട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചു. നികേഷും സുധീഷും അപ്പോഴേക്കും അവളെ തടഞ്ഞു. എടാ, ആ സ്ത്രീ പച്ചക്കള്ളമായി പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ ചെന്ന് ഏതായാലും തലയിടാൻ വരട്ടെ. നികേഷ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഗംഗാധരനും ലളിതയും നാടകം കണ്ട് ആസ്വദിക്കാനെന്നോണം അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. കിളിക്കൂടിന്റെ തകർച്ച കാണാൻ അവരെക്കാൾ ആഗ്രഹിക്കുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ല. നീതുവിന്റെ അമ്മ വീണ്ടും തുടർന്നു. സാറ് പറയണേ സാറേ, ഇങ്ങനെ ഒരുത്തൻ എൻ്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ കൂടെ പിറന്നവന് ദേഷ്യം വരില്ലേ സാറേ? ഭാസ്കരൻ ശാന്തനായി ഇതെല്ലാം കേട്ട് നിൽക്കുമായിരുന്നു. അയാൾ പതുക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞു. ആ ദേഷ്യം തന്നെയാ എൻ്റെ മക്കൾക്കും വന്നത്. നിങ്ങളുടെ മകൻ്റെ വായിലുള്ള നാക്കിൻ്റെ ദേഷ്യമാ ഇതെല്ലാം കാരണം. ഇത് കേട്ട് ഗംഗാധരൻ അങ്ങ് ചാടി വീണു. നിർത്തടാ. അയാൾ ഭാസ്കരൻ നോക്കി. ഭാസ്കരൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ആ, ഇവനുമുണ്ടോ? ബകാസുരൻ. ഗംഗാധരൻ സിഐയോടായിട്ട് പറഞ്ഞു. സാറേ, ഈ നിൽക്കുന്ന ആളിലെ ഇവൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിർഭാഗ്യം കൊണ്ട് ജനിച്ചു പോയ എൻ്റെ അനിയനാ. ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. അതിന് താൻ എൻ്റെ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? ഇറങ്ങിപ്പോയിക്കൂടെ? ഗംഗാധരൻ അല്പം പോലും നാണമില്ലാതെ പറഞ്ഞു. ഒരു അന്യായം നടക്കുമ്പോൾ ഏത് നാട്ടുകാർക്കാണ് എവിടെയാണെങ്കിലും വരുമാടാ. എന്നിട്ട് അയാൾ പോലീസിന് നേരെ തിരിഞ്ഞു. സാറേ, ആദ്യമായിട്ടൊന്നല്ലല്ലോ ഈ കുടുംബത്തിൽ ഒരു കേസ് അന്വേഷിക്കുന്നത്. ഇതാ സാറേ ഇവരുടെ സ്ഥിരം പരിപാടി. ദാ നിൽക്കുന്നത് കണ്ടില്ലേ രണ്ടാമത്തവൻ. അവനെ മിണ്ടിയ കഴിഞ്ഞാൽ കൈ നീട്ടിയങ്ങ് അടിച്ച് സംസാരം തുടങ്ങാൻ സാധിക്കുമോ? ഈ കുടുംബത്തെ കൊണ്ട് ഇവിടെ എല്ലാവർക്കും പൊറുതിമുട്ടിയിരിക്കുക സാറേ. എല്ലാത്തിനും പിടിച്ച് ഉള്ളിലങ്ങ് തള്ളിയിട്ടാലേ നാട്ടുകാർക്കൊക്കെ ഒന്ന് സമാധാനം കിട്ടൂ. ലളിതയും ഇതിനൊപ്പം ചേർന്നു. സാറേ, ഈ നാട്ടിൽ ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഇവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അറിയാം. സ്വന്തം ചോരിൽ ജനിച്ചവൻ തന്നെ തൻ്റെ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് നിധിക്ക് പിന്നെ അവരെ വെറുതെ വയ്ക്കാനൊന്നും കഴിഞ്ഞില്ല. അവൾ വാതിൽക്കൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നികേഷും അവളുടെ പിന്നാലെ ചെന്നു. നിധിയെ കണ്ട് സുഭാഷ് സ്നേഹത്തോടെ പറഞ്ഞു. മോളെ, നീ അകത്തു പോയിരിക്കെ. എന്തിനാ വെറുതെ ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നത്? ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ. ഞാൻ തന്നെ സംസാരിച്ചോളാം സുഭാഷേട്ടാ. നിധി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് ഏറ്റ മുറിവിന്റെ വേദനയുണ്ടായിരുന്നു. അവൾ നേരെ സിയയുടെ മുന്നിലേക്ക് ചെന്നു. സർ, ഞാൻ നിധി, സുധീഷിന്റെ ഭാര്യ. അവൾ ശാന്തമായി പറഞ്ഞു. അറിയാമെന്ന് സിഐ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ഇവനാ സാറേ. നിധി അഖിലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവളുടെ കണ്ണുകളിൽ തീയുണ്ടായിരുന്നു. നടുറോട്ടിൽ വെച്ച് ഇയാളും ഇയാളുടെ കൂട്ടുകാരും ചേർന്ന് എന്നോട് വളരെ മോശമായി പെരുമാറി. ഒരുപാട് ചീത്തവാക്കുകളും പറഞ്ഞു. അവൾ അന്നുണ്ടായ സംഭവങ്ങൾ ഓരോന്നോരോന്നായി സിഐക്ക് മുന്നിൽ വിശദീകരിച്ചു. മുൻപ് പലതവണ ഇയാളിനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരുടെ മക്കളെ ഞങ്ങളുടെ അനിയൻ ഹരീഷുമായി ഇഷ്ടത്തിലാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ ഇത്തവണ എനിക്കത് സഹിക്കാൻ പറ്റാവുന്നതിലും കൂടുതലായിരുന്നു. എൻ്റെ വീട്ടിൽ ഭർത്താവ്, സഹോദരന്മാരും അച്ഛനും അങ്ങനെ അവരെല്ലാവരും എന്നെയും ചേർത്ത് വൃത്തികേട് പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല. അത് വീട്ടിൽ വന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്നു. അവർ പോയി ചോദിച്ചു. വഴക്കിനായി വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ദേഷ്യം വരില്ലേ സാറേ? അവളുടെ ചോദ്യം കേട്ട് അവിടെ നിന്നവരുടെ എല്ലാം നെഞ്ചിലാണ് തറച്ചത്. പെട്ടെന്ന് തന്നെ ആ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങി. ഉറപ്പായിട്ട് വരും. എല്ലാവരും അമ്പരപ്പോടുകൂടി തിരിഞ്ഞു നോക്കി. അവിടെ നീതു നിൽക്കുന്നുണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് ദേഷ്യം കൊണ്ട് തന്നെ അവൾ വിറച്ച് അങ്ങോട്ടേക്ക് മുറ്റത്തേക്ക് നടന്നു ചെന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നിങ്ങളെന്തിനാ പോലീസിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? അവൾ അമ്മയുടെ നേരെ തിരിഞ്ഞ് അലറി. അമ്മ ഭയവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? വീട്ടിൽ പോടി. സീൻ സംശയത്തോടെ ചോദിച്ചു. കുട്ടി ആരാ? ഞാൻ ഇവരുടെ മകളാണ് സർ, നീതു. അഖിലിൻ്റെ ചേട്ടനാ. അവൾ ഒരു നിമിഷം ഹരീഷിനെ നോക്കി. എന്നിട്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സർ, എൻ്റെ അച്ഛനും ചേട്ടനും പറയുന്നത് പോലെ ഹരീഷും ഫാമിലിയും അത്ര കുഴപ്പക്കാരൊന്നുമല്ല. അവർ ആരുമായിട്ടും അങ്ങോട്ടേക്ക് ചെന്ന് വഴക്കുണ്ടാക്കാറുമില്ല. എൻ്റെ ചേട്ടനാ ഈ വഴക്ക് തുടങ്ങി വെച്ചത്. ഇത് കേട്ട് ഭാസ്കരന് ചിരി അടക്കാൻ പാടുപെട്ടു. അയാൾ ഗംഗാധരനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. എടാ ബകാസുര, കേട്ടില്ലേ? സിഐ നീതുവിനോട് ചോദിച്ചു. കുട്ടി, ഈ നിൽക്കുന്ന ഹരീഷ് നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ചോദിച്ചതിനാണ് കുട്ടിയുടെ ചേട്ടനെ ഇവർ തള്ളിച്ചതച്ചത് എന്ന അമ്മയുടെ പരാതി. നീതുവിൻ്റെ ചുണ്ടിൽ ഉടനെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതൊക്കെ പച്ചക്കള്ളമാണ് സാറേ. ഒന്നാമത് എന്നെ ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. ഹരീഷല്ല, ഞാനാണ് ഹരീഷിന്റെ പിന്നാലെ നടന്നത്. എനിക്ക് ഹരീഷിനെ അത്രമാത്രം ഇഷ്ടമാണ് സാറേ. വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇവരുണ്ടാക്കിയ കള്ളക്കഥയാണിത്. ഹരീഷ് ആയാലും അവൻ്റെ വീട്ടുകാരായാലും അവരെല്ലാവരും നല്ലവർ തന്നെയാ സാറേ. ഈ വാക്കുകൾ ലളിതയ്ക്ക് തീരെ പിടിച്ചില്ല. അവർ വേഗം ഇടങ്കോലിട്ടു. അയ്യോടി, നിന്നെയും പേടിച്ചിട്ട് അവർ ഇങ്ങ് കയ്യിലെടുത്തോ? എന്നിട്ട് ലളിത പോലീസുകാരനോട് പറഞ്ഞു. സാറേ, ഈ കുട്ടി പറയുന്നതൊന്നും മുഖവരക്ക് എടുക്കേണ്ട. ഇവൾ പേടിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇവന്മാരുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? നിധിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ സിഐയോടായി പറഞ്ഞു. സാറേ, ഈ നാട്ടിൽ ഈ വീട്ടുകാരെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്ന 2 പേരേ ഉള്ളൂ. അതുതാ ഇവർ 2 പേരുമാ. അവൾ ഗംഗാധരനെ ലളിതയെ നോക്കി പറഞ്ഞു. അതിന് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഇവർ പറയുന്നത് പോലെ അത്ര മോശക്കാരല്ലെങ്കിൽ ഇവരല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരാതി സാറിന് ഇവരെക്കുറിച്ച് കിട്ടേണ്ടേ? അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. സുധീഷും അവസരം മുതലാക്കി പോലീസുകാരോട് പറഞ്ഞു. സാറേ, അന്നത്തെ കാര്യം സാറിനറിയാലോ. ലൈസൻസ് അവിടെ ഏൽപ്പിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ പോയവനല്ലേ ഞാൻ. അതിനുശേഷം പണിക്ക് പോലും പോകാൻ പറ്റുന്നില്ല സാറേ. അവൻ ഒരു പാവം മുഖഭാവം വരുത്തി. സി അവനെ രൂക്ഷമായി ഒന്ന് നോക്കി.
ആദ്യം ഈ ഒരു കാര്യം നടക്കട്ടെ, അതിനിടയിൽ നീ ഗ്യാപ്പിലിടാൻ നോക്കല്ലേ. സുധീഷ് ചമ്മലോടെന്ന് ചിരിച്ചു. നികേഷ് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ല, ഒത്തില്ല. നീതു വീണ്ടും സിയയോട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറയാൻ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയതൊന്നുമില്ല സാറേ. എന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടിയാ. എനിക്ക് ഹരീഷിനെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം തീർക്കാൻ നിധി ചേച്ചിയെ അപമാനിക്കാൻ നോക്കിയതാ. അതെൻ്റെ ചേട്ടൻ തന്നെയാ ചെയ്തത്. അത്ര വൃത്തികെട്ട ഭാഷയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച അടിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യുക സാറേ? ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ചേട്ടൻ അഖിലിനെയാണ്. അവൾ സ്വന്തം ചേട്ടന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ ഒരു പെണ്ണിന്റെ നീതിബോധമുണ്ടായിരുന്നു. പെട്ടെന്നാണ് ലളിതയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. സുനന്ദയായിരുന്നു അത്. ലളിത പെട്ടെന്ന് തന്നെ ഫോൺ മാറി നിന്ന് സംസാരിച്ചു. ഗംഗേട്ട, സുനന്ദയും ഭർത്താവും വീട്ടിലെത്തിയെന്ന് തോന്നുന്നു, ലളിത ഭയത്തോടെ പറഞ്ഞു. എന്നാ നീ വേഗം ചെല്ലി, അവരെ ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട. എങ്ങനെയെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസം അവരെ അവിടെ തന്നെ കിടത്താൻ നോക്ക്. ലളിത ഗംഗാധരനോട് മന്ത്രിച്ചു. അതൊക്കെ നടന്നോളും, നീ ചെല്ലി, ഗംഗാധരൻ അവളെ പറഞ്ഞു. ഇതേ സമയം നീതുവിന്റെ അമ്മ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നീ ആർക്ക് വേണ്ടിയാടി സംസാരിക്കുന്നത്? നിനക്കറിയോ മോടി? അവർ പല്ലുറുമ്പി ചോദിച്ചു. ലളിത തിടുക്കത്തിൽ തന്നെ തന്റെ വീട്ടിലെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അശ്വിൻ വന്നില്ലേ? ലളിത ചോദിച്ചു. എന്നെ ഇവിടെ ആക്കിയിട്ട് ജംഗ്ഷൻ വരെ വരാമെന്ന് പറഞ്ഞു പോയി. സുനന്ദ മറുപടി നൽകി. ലളിത കള്ളച്ചിരിയോട് പറഞ്ഞു. ഒരു കാഴ്ച കാണാൻ പോയതാ. കണ്ടു തീരും മുൻപേ നിന്റെ കോള് വന്നു. എന്ത് കാഴ്ചയാ? സുനന്ദ പുരുകം ചിരിച്ചു. നിന്റെ സുഭാഷ് ഏട്ടനും അനിയന്മാരും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച. വളരെ ലാഘവത്തോടെ പറയാണ് ലളിത. ഇത് കേട്ട സുനന്ദ ഞെട്ടിത്തെറിച്ചു പോയി. അമ്മ എന്താ ഈ പറയുന്നത്? നാട്ടിൽ ഗുണ്ട വിളയാട്ടം നടത്തി കഴിഞ്ഞാൽ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? ആ സുഭാഷ് ഒരു പാവമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇത്തവണ അനിയന്മാരുടെ കൂടെ കൂടി റോഡിലിറങ്ങി തല്ലാൻ തുടങ്ങി. ലളിതയ്ക്ക് സന്തോഷം അടക്കാനായില്ല. റോഡിലിറങ്ങി തല്ലിയെന്നോ? സുനന്ദയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെ പോലെയല്ലല്ലോ അവൻ്റെ അനിയന്മാര്. രണ്ടാമത്തെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നപ്പോൾ മൂന്നാമത്തൻ ഒരു പെണ്ണിനെ വളച്ച് വശത്താക്കാൻ നോക്കി. ചോദ്യം ചെയ്യാമെന്ന അവളെ ചേട്ടനെ ഇവന്മാർ 4 പേരും കൂടി റോഡിലടിച്ച് തള്ളി. അവൻ്റെ തന്തയും തള്ളയും വെറുതെ ഇരിക്കോ? പോലീസുകാരെയും കൂട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഓട്ടോക്കാരൻ ചന്ദ്രനില്ലേ, അവൻ്റെ മോളാണ്. നീതുവോ? സുനന്ദ സംശയത്തോട് ചോദിച്ചു. അവൾക്ക് നീതുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ആ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ പോലീസിന്റെ വരവ് കണ്ടിട്ട് അവരെ ഇന്ന് അകത്താക്കും, അത് ഉറപ്പാണ്, ലളിത വിജയഭാവത്തിൽ പറഞ്ഞു. നീതുവിന് പക്ഷേ ഹരീഷിനെ ഇഷ്ടമായിരുന്നല്ലോ. സുനന്ദ ചിന്തിച്ചുറപ്പിച്ചു. എന്താ ഇഷ്ടം? അവൻ ചാക്കിട്ട് പിടിച്ച ഇഷ്ടമല്ലേ? ലളിത പുച്ഛിച്ചു. അമ്മ പറയും പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ വരാം. സുനന്ദ വേഗത്തിൽ മുറ്റത്ത് നിന്നിറങ്ങി. ലളിത ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? നിക്കവിടെ. സുനന്ദ അവളുടെ കൈയൊക്കെ ഇങ്ങനെ കുടഞ്ഞു തൊടുത്തു. നീതുവിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഹരീഷ് ആ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുഭാഷ് ഏട്ടനും അനിയന്മാരും കൂടി അവളുടെ ചേട്ടനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണും. ഞാൻ ഇപ്പോൾ വരാം. ലളിത വീണ്ടും അവളെ തടഞ്ഞു നിർത്തി. എടി, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവരുത്. നീ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാ. ആ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന നിന്റെ ഭർത്താവ് കാണണ്ട. അശ്വിൻ കണ്ട ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങളെല്ലാം അശ്വിൻ അറിയാം, സുനന്ദ ശാന്തമായി പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? ലളിത ചോദിച്ചു. അമ്മ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ. ഇത്രയും പറഞ്ഞ സുനന്ദ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എടി മൂദേവി, അവിടെ നിൽക്കടി. ലളിത അലറി വിളിച്ചെങ്കിലും സുനന്ദ അതൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവൾ കിളിക്കൂട് ലക്ഷ്യമാക്കി നടന്നു. ഈശ്വര, എന്തൊക്കെ കാര്യങ്ങളായി നടക്കുന്നത്? മനുഷ്യന് നാണം കെടുത്തും. എടി നിൽക്കാൻ എന്ന് വിളിച്ചവൻ ലളിത പറഞ്ഞെങ്കിലും അവൾ പുറകെ പോയി. കിളിക്കൂടിന്റെ മുറ്റത്ത് തർക്കം തുടങ്ങിയായിരുന്നു. നീതുവിന്റെ അച്ഛൻ ചന്ദ്രൻ ദയനീയമായി പോലീസുകാരോട് പറഞ്ഞു. സാറേ, ഈ ചെറുപ്പക്കാരൻ എന്തൊക്കെയാ പറഞ്ഞത്? എൻ്റെ മോളെ പേടിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ ഇവൾ ഇങ്ങനെയൊന്നും പറയില്ല. തല്ല് കിട്ടിയത് എൻ്റെ മകനല്ലേ, ഞങ്ങൾ എന്തിനു നുണ പറയണം? അഖിലേ, എന്താ ഉണ്ടായത്? വാ തുറന്ന് പറ. അഖിൽ പച്ചക്കള്ളം തന്നെ പറയാൻ പണിപ്പെട്ടു. ആ സാറേ, ഇവർ പറയുന്നത് പോലെയൊന്നുമില്ല. ഇവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും കൂടി വളഞ്ഞിട്ട് തല്ലിയപ്പോൾ അത് കേസാവുമെന്ന് കണ്ടപ്പോൾ ഇവരൊരു കഥയുണ്ടാക്കി പറയുക. നീതുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. എന്നെ ആരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. ഹരീഷിനോട് മിണ്ടരുത്, ഹരീഷിനോട് കാണരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നതൊക്കെ അമ്മയും അച്ഛനും ഇവനും കൂടിയാ സാറേ. ഇത് കേട്ട് ഭാസ്കരൻ വീണ്ടും സന്തോഷത്തോടെ അങ്ങ് ചിരിച്ചു. ഗംഗാധരന് ഇരി പൊറുതിയില്ലാതെയായി. ഇതെന്തോ കൈവശം കൊടുത്തുള്ള ഏർപ്പാടാണ് സാറേ. എൻ്റെ കൂടെ വാ. ഈ കുടുംബത്തെപ്പറ്റി നാട്ടുകാരെന്താ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം സാറേ. അയാൾ CIയെ വിളിച്ചു. ഭാസ്കരൻ പരിഹാസത്തോടെ ചിരിച്ചു. ഇതിപ്പോൾ പറയിക്കാനാണെങ്കിലേ ആളുകളെ സംഘടിപ്പിക്കാൻ എനിക്കും അറിയാം. നിന്റെ കുടുംബത്തെക്കുറിച്ചും ആളുകൾ മോശം പറയുന്നത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. സുനന്ദ, നിക്കടി അവിടെ. ലളിതയുടെ അലർച്ച കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. സുനന്ദ വേദത്തിൽ അങ്ങോട്ടേക്ക് നടന്നു വന്നു. പിന്നാലെ കിതച്ചുകൊണ്ട് ലളിതയും. ആ വരവ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വലിയ അമ്പരപ്പുണ്ടാക്കി. സുഭാഷും അനിയന്മാരും സുനന്ദയെ സ്നേഹത്തോടെയും ആദരവോടെയും നോക്കി. സുനന്ദ നേരെ വന്നത് ഗംഗാധരൻ്റെ അടുത്തേക്കാണ്. ഗംഗാധര മാമന് നാണമില്ലേ? സുഭാഷേട്ടനെയും കുടുംബം ഇങ്ങനെ നാണം കെടുത്തിയതൊന്നും പോരെ? അവൾ ചോദിച്ചു. എടി സുനന്ദെ, ലളിത താക്കിയതോടെ വിളിച്ചു. അമ്മ മിണ്ടരുത്. സുനന്ദ ആ ഒരു ശബ്ദം അവിടെ മുഴുകി.
ഒരു രാത്രി ഇവിടെ വന്ന് അമ്മയും അച്ഛനും ഇവിടെ കാല് പിടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഞാനായിട്ട് ഈ നാട്ടുകാരോട് പറയണോ? ആ വാക്കുകൾ ഗംഗാധരൻ്റെ എഴുതി മുഖത്തടയേറ്റതുപോലെയായിരുന്നു. ഭാസ്കരൻ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. പറ മോളെ. സുനന്ദ സിയയ്ക്ക് നേരെ തിരിഞ്ഞു. സാറേ, നീതുവിൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാ ഞാൻ. ഇവൾക്ക് പണ്ടേ ഹരീഷിനെ ഇഷ്ടമാണ്, അതെനിക്കും അറിയാം. അവളൊരു നിമിഷം ശ്വാസമെടുത്ത് നിന്നു. എൻ്റെ ചെറിയമ്മാവനും കുടുംബവും മാറാൻ സാറേ ഇത്. കുട്ടിക്കാലം മുതലേ എനിക്ക് നല്ല ബന്ധമുള്ള വീടായത്. ഇവരെ പറ്റി നാട്ടിലൊക്കെ മോശം പറഞ്ഞു നടക്കുന്നത് എൻ്റെ അമ്മയും മൂത്ത അമ്മാവനും കൂടിയാ. ഇവരെ ഇവിടെ നിന്നും ഒഴിവാക്കാനായിട്ട് ഈ വീടും പറമ്പും സ്വന്തമാക്കണം. അതാണ് അമ്മയുടെയും അമ്മാവൻ്റെയും ആഗ്രഹം. അതിനായി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക ഇവര്. സുഭാഷേട്ടനും അനിയന്മാരും ഇങ്ങോട്ടേക്ക് ചെന്ന് എല്ലാവരോടും പ്രശ്നമുണ്ടാക്കാനൊന്നും പോകാറില്ല. അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം കാണും. സുനന്ദയുടെ ആ വാക്കുകൾ അന്തരീക്ഷത്തെ ശാന്തമാക്കി. നിധിയും അതിനൊപ്പം തന്നെ ചേർന്നു. സുനന്ദ പറഞ്ഞതാ ശരി. ഇവിടെ ഒരു പെണ്ണ് വാഴില്ല എന്നൊക്കെ പറഞ്ഞ് സുഭാഷേട്ടൻ വന്നിരുന്ന എല്ലാ ആലോചനകളും മുടക്കിയതൊക്കെ ഇവരാ. അവർ ഗംഗാധരനെ ലളിത ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇവർ പറഞ്ഞുണ്ടാക്കിയത് വിശ്വസിച്ചിട്ട നീതുവിൻ്റെ അച്ഛനും അമ്മയും ഹരീഷുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തത്. ഞാൻ ഇവിടെ വിവാഹം കഴിച്ചിട്ട് വന്നിട്ട് മാസങ്ങളായി. എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ. ഇവിടുത്തെ അച്ഛനും മക്കളൊക്കെ നിധിയുടെ വാക്കിൽ ഇങ്ങനെ ഭർത്തൃവീട്ടിലുള്ള അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു. ഇത് കേട്ട് ഭാസ്കരൻ മക്കളും അഭിമാനത്തോടുകൂടി നിന്നു. നീതുവിൻ്റെ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇവിടുന്ന് വന്ന ഈ ഒരു പീറപ്പെണ്ണ് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? അവർ പുച്ഛത്തോട് ചോദിച്ചു. നിധി തല ഉയർത്തി നിന്നു. ഞാൻ എവിടെ നിന്നോ വന്ന ആളൊന്നല്ല. തക്കലയിലെ ബിസിനസ്സുകാരനായ രാജീവ് ശങ്കറിൻ്റെ മകളാ ഞാൻ. എനിക്കിവിടെ ഇത്രയും കാലം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നെ വഴിയിൽ വെച്ച് മോശം വാക്കുകൾ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും ബ്രദേഴ്സും ചോദിക്കാൻ പോയി. സംസാരം വഴക്കിലെത്തി. അടിയായി. ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4-5 പേരും കൂടി 2 പേരും തമ്മിൽ അടിയായി എന്നല്ലാതെ ഇവർ സംഘം ചേർന്ന് തല്ലിയതൊന്നുമായില്ല. ഇനി ഇതിൻ്റെ പേരിൽ കേസിന് പോയാൽ എന്നെ അപമാനിച്ചതിന് ഞാനും ഇവർക്കെതിരെ കേസ് കൊടുക്കും. നിധിയുടെ ആ ഒരു ഭീഷണി അവിടെ എല്ലാവരെയും നിശബ്ദനാക്കി. നീതു വിട്ടുകൊടുത്തില്ല. എൻ്റെ അമ്മ കൊടുത്ത പരാതിയുടെ പേരിൽ സാറ് കേസ് കൊടുത്താൽ പിന്നെ ഹരീഷിനെ എനിക്ക് ഇഷ്ടമാണെന്നും ഹരീഷിൻ്റെ കൂടെ ജീവിക്കണമെന്നും ഞാൻ കോടതിയിൽ പറയും. അവളുടെ ഈ ഒരു പ്രഖ്യാപനം കേട്ട് ഭാസ്കരൻ സന്തോഷത്തോടുകൂടെ വീണ്ടും കൈയടിച്ചു. സിഐക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. അദ്ദേഹം ചന്ദ്രനോടും കൂട്ടുകാരോടും ദേഷ്യത്തോട് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ വിചാരം? ഒരു കള്ളപ്പരാതി തന്ന പോലീസിനെ അങ്ങ് പറ്റിക്കാമെന്നാണോ? എന്നിട്ട് കൗൺസിലറിന് നേരെ തിരിഞ്ഞു. എടോ, കൗൺസിലറിനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടേ? കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയാണോ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ? ഞങ്ങളുടെ മകൾ ആര് പ്രേമിക്കേണ്ട എന്നുള്ളതൊക്കെ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൽ ആ കുട്ടി തീരുമാനമെടുത്തോളും. ഇനി ആ പേരും പറഞ്ഞ് നിങ്ങളുടെ മകൻ ഈ കുട്ടിയെ ശല്യപ്പെടുത്താൻ പടുത്തിയാലുണ്ടല്ലോ, അറിയാലോ, കളി അങ്ങ് മാറും. പോലീസിൻ്റെ ആ ഒരു താക്കീത് കേട്ട് ചന്ദ്രൻ വീണ്ടും അങ്ങ് പരുങ്ങി. പിന്നീട് CI സുധീഷിൻ്റെ ഹരീഷിൻ്റെയും അരികിലേക്ക് വന്നു. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഓരോരുത്തരുടെയും നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാലേ പിന്നെ ഇവിടെ പോലീസുകാരനൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് മേലാൽ ഇമാതിരി പരിപാടിയുമായിട്ട് ഇറങ്ങിയേക്കരുത്. നടപടി എടുക്കേണ്ടി വരും, കേട്ടല്ലോ. കർക്കശമായൊരു താക്കീത് നൽകി CI സഹപ്രവർത്തകരോടൊപ്പം അവിടെ നിന്നും മടങ്ങി. പോലീസ് വാഹനം അകന്നുപോയതും നീതു പുഞ്ചിരിയോടുകൂടെ ഹരീഷിനെ നോക്കി നിന്നു. അതിരറ്റ സ്നേഹത്തോടെ അവളെ തന്നെ നോക്കി പുഞ്ചിരിക്കാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് കലി പൂണ്ട് അവളുടെ അമ്മ വന്ന് നീതുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്നും വാടി ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ടങ്ങ് പോവാണ്. അവളെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഹരീഷ് ഉറക്കി വിളിച്ചു പറഞ്ഞു. ഒരു കാര്യം, ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൻ അവളെ തല്ലാനോ ചവിട്ടാനോ നിന്നാൽ അറിയാലോ, കേസ് മാറും. പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ നീതുവിനെ വലിച്ചുകൊണ്ട് പോയി. ഓട്ടോയിൽ കയറി ചന്ദ്രനും മകിലും അവർക്ക് പിന്നാലെ കയറി. ആ ഓട്ടോ അവിടെ നിന്നും പോയി. കൗൺസിലറും തല കുനിച്ച് അവിടെ നിന്നും മടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ സുധീഷ് സന്തോഷത്തോടെ നിധിയെ നോക്കി. എന്തൊക്കെ ബഹളായിരുന്നു. നിധി പൊളിച്ചുട്ടോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാസ്കരൻ പതിയെ തിരിഞ്ഞ് ഗംഗാധരനെ നോക്കി. ബസാകുരൻ ചേട്ടാ, പൂതന പെങ്ങളെയും കൊണ്ട് തിരിച്ചു പോകുന്നില്ലേ? അയാളുടെ ആ ഒരു ചോദ്യത്തിൽ പരിഹാസം തുളുമ്പി നിന്നു. ഗംഗാധരൻ ദേഷ്യത്തോട് ഭാസ്കരനെ നോക്കിയിട്ട് വാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് സുനന്ദയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. പോകുന്നതിൽ തന്നെ നികേഷ് വിളിച്ചു പറഞ്ഞു. സുനന്ദേച്ചി തിരിഞ്ഞു നോക്കി. താങ്ക്സ്, അവൻ ഹൃദയത്തിൽ തട്ടി പറഞ്ഞു. അവളൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അമ്മക്കും മാമാവനും ഒപ്പം മടങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കിളിക്കൂടെ വീണ്ടും ശാന്തമായി. നിധി ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും തൻ്റെ ഭർത്താവിൻ്റെ അനിയന്മാരെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. ആ വീടിൻ്റെ ഐക്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലളിതയുടെ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയൊന്നുമല്ലായിരുന്നു. വീടിനുള്ളിലേക്ക് കയറി വന്നതോടുകൂടി ലളിതയെ സുനന്ദയെ പിടിച്ച് ഹാളിലേക്ക് അങ്ങ് തള്ളി. വാടി ഇങ്ങോട്ടേക്ക്. സുനന്ദക്ക് ദേഷ്യം വന്നു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അവൾ ചോദിച്ചു. അതേടി, എനിക്ക് വട്ട. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇനി ആ കുടുംബവുമായിട്ട് എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? ലളിത അലറി. അതെൻ്റെ മാമൻ്റെ വീടാ. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കണമെന്നുണ്ടോ? സുനന്ദ ഒട്ടും പിന്നോട്ടില്ലാതെ ചോദിച്ചു. ഞങ്ങൾക്കില്ലാതെ എന്ത് ബന്ധമാണ് നിനക്കതുകൂടെ ഉള്ളത്? അതും പോരാത്തതിന് പോലീസിന് മുന്നിൽ അവളുടെ ഒരു പ്രസംഗവും. ലളിതയുടെ ദേഷ്യം അങ്ങ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യമില്ലാതെ സുഭാഷേട്ടനും അനിയന്മാരും ഇങ്ങനെ പേൽ പഴി ചാരുന്നത് അത് കേട്ട് ഞാൻ വെറുതെ ഇരിക്കണോ? ഇത്രയും നേരം മിണ്ടാതിരുന്ന ഗംഗാധരൻ ഇടപെട്ടു. അവരെ ആരെന്ത് പഴി പറഞ്ഞാലും നിനക്ക് എന്താടി ചേരാം? വന്നു കയറുന്നപ്പോഴത്തൊട്ടേ
ഓടിക്കാനാണല്ലോ നിനക്ക് തിരക്ക്. പോലീസുകാരനോട് നീ എന്താ പറഞ്ഞത്? നിനക്ക് ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു കണ്ണുണ്ടെന്ന് അല്ലേ? സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നത് എന്തിനാ? ഗംഗാധരന്റെ സ്വരത്തിൽ നിരാശയും ദേഷ്യവും ഉണ്ടായിരുന്നു. ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ആ വീട് ഭാസ്കരൻ മാമക്കുള്ളതാണെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും അത് കൈക്കലാക്കാൻ വേണ്ടി കേസും വഴക്കുമായി നടക്കുമല്ലേ നിങ്ങൾ രണ്ടുപേരും? സുനന്ദ ചോദിച്ചു. ലളിത പറയുന്നുണ്ട്, ഇത്രയും കാലം ആ കുടിക്കൽ കുടിച്ച് നശിപ്പിച്ചതൊന്നും പോരെ? ആ കുടിയെ നശിപ്പിച്ചതൊന്നും പോരെ? ഇനി ആ വീട് വിറ്റ് കുടിച്ച് നശിപ്പിക്കണം. കേസും വഴക്കുമൊക്കെ ഞങ്ങളുടെ പ്രശ്നം. അത് ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കിപ്പോൾ കൊള്ളാവുന്നൊരു ജീവിതം കിട്ടിയല്ലോ, അത് നീ മര്യാദക്ക് ജീവിച്ച് നോക്കിയാൽ മതി. കേട്ടല്ലോ? ഇതുപോലെ ഭാരിച്ച കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ട. ഇനി സുഭാഷിന്റെയും അവന്റെ കുടുംബത്തെയും കാര്യങ്ങളൊന്നും ഇടപെട്ടാലുണ്ടല്ലോ അവർ വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തി. സുനന്ദ പുച്ഛത്തോട് ചിരിച്ചു. ഞാൻ കല്യാണം കഴിച്ച് മറ്റൊരാളുമായി ജീവിക്കുകയാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ നന്നായിട്ടറിയാം സുഭാഷ് ഏട്ടനാ. അതുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് ഞാൻ പോയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെട്ടാലൊന്നും അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷ് ഏട്ടൻ എടുക്കാറില്ല. അവളുടെ ആ ഒരു മറുപടിയിൽ ലളിത വീണ്ടും പ്രകോപിതയായി. നീ എന്തിനാടി അവനെ ഫോൺ ചെയ്യുന്നത്? അതിനെന്താ തെറ്റ്? അവരെനിക്ക് അന്യരൊന്നുമല്ലല്ലോ. സുനന്ദ വളരെ ശാന്തമായി തന്നെ പറഞ്ഞു നിർത്തി. സത്യം എപ്പോഴും സൂര്യനെ പോലെയാണ്. എത്ര കാർമേഘങ്ങൾ മൂടിയാലും ഒരു നാൾ അത് പുറത്തു വരും. ആ വലിയ സത്യത്തിന് മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ മാത്രമേ ഗംഗാധരനും ലളിതയ്ക്കും കഴിഞ്ഞുള്ളൂ. സുനന്ദയുടെ മനസ്സിലെ ആ ഒരു ശരിക്ക് മുന്നിൽ അവർ തീർത്തും നിസ്സഹായതായിരുന്നു. സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും വെളിച്ചം നിറഞ്ഞ ആ ഒരു കാറ്റത്തെ കിളിക്കൂട് അപ്പോഴും തകർക്കാനാവാതെ തല ഉയർത്തി തന്നെ നിന്നു. ഇനിയും എത്ര കൊടുങ്കാറ്റ്